ഒതുങ്ങി നിൽക്കുന്നതല്ല. നമുക്ക് തന്നെ അറിയായിരിക്കാം, പ്രമേഹം വരുന്ന ഒരുപാട് രോഗികൾ എത്തുന്നവർ അലോപ്പതിയോടൊപ്പം തന്നെ ആയുർവേദവും കഴിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഹൈ പ്രഷറുള്ള രോഗികൾ, കൊളസ്ട്രോൾ ഉള്ള രോഗികൾ, ഇതിലെല്ലാം തന്നെ നമുക്ക് കാണാം ഒന്നിൽ കൂടുതൽ സിസ്റ്റം ഉപയോഗിക്കുന്ന രോഗികളെ. അതേപോലെ തന്നെ ക്യാൻസർ ചികിത്സയിലും നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, കീമോതെറാപ്പി, സർജറി, റേഡിയേഷൻ തുടങ്ങിയ ചികിത്സകളോടൊപ്പം തന്നെ ഒരുപാട് രീതിയിൽ ആയുർവേദത്തിനും ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സഹായത്തോടെയുള്ള ആയുർവേദ ചികിത്സ, ഒറ്റമൂലികളോ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ചികിത്സയോ അല്ല പറയുന്നത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ കീഴിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കുന്ന ആയുർവേദ ചികിത്സ ഈ രോഗം വളരെ മുമ്പേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം ഈ രോഗം മൂലവും അതിന്റെ ചികിത്സയുടെ പ്രശ്നങ്ങൾ മൂലവും അനുഭവിക്കുന്ന പലവിധ ബുദ്ധിമുട്ടുകളെയും കുറയ്ക്കാൻ ആയുർവേദ ചികിത്സയ്ക്ക് കഴിയും. അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബലവാനായ ഒരു രോഗിക്ക് നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന പഞ്ചകർമ്മ പോലെയുള്ള ചികിത്സകളും, അതേപോലെ ഇതിന്റെ മൂലമുണ്ടാകുന്ന വേദന, പുകച്ചിൽ തുടങ്ങിയ പല പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാൻ പറ്റുന്ന പാസിഫൈ ചെയ്യുന്ന ഔഷധങ്ങളും, അത് ഒരുപാട് വില കൂടിയ ഔഷധങ്ങളോ ഒന്നുമല്ല, ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തീർത്തും സൗജന്യമായിട്ടാണ് രോഗികൾക്ക് മരുന്ന് ലഭിക്കുക. അതിന്റെ ഒപ്പം തന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷനും മാനസികമായ സപ്പോർട്ടും ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ആയുർവേദിക് സപ്പോർട്ട് ഇൻ ഓൺകോളജി അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സ എന്നതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? ഇതിന്റെ അവയർനെസ് ഉണ്ടാവണം. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് സ്ത്രീകളുടെ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചെറിയ മാറ്റങ്ങളൊന്നും പലപ്പോഴും ഞാൻ പലരിലും കണ്ടിരിക്കുന്നത് പേടിയോടെ അവർ നോക്കാൻ തയ്യാറല്ല, ഒരു ടെസ്റ്റിന് പോകാൻ റെഡിയല്ല. ഇത് കുറെ നാളായിട്ടുണ്ട് ഡോക്ടറെ, എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പേടിയാണ് എന്നാണ് ഏറ്റവും കൂടുതൽ പേര് പറയാറ്. അപ്പൊ ആ ഭയം ഒഴിവാക്കുക, ധൈര്യത്തോടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ക്രീനിങ്ങിന് തയ്യാറാവുക, ആവശ്യമെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ നേടുക, അതോടൊപ്പം ആയുർവേദം പോലെയുള്ള സിസ്റ്റത്തിന്റെ സഹായം കൂടെ തേടുക. മറ്റതിനെ ഒഴിവാക്കിക്കൊണ്ടല്ല, കൺവെൻഷണൽ തെറാപ്പിയോടൊപ്പം സപ്പോർട്ടീവായിട്ട് ആയുർവേദത്തെ കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടെ ചേർക്കുക. ഇത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ സഹായിക്കും നമ്മളെ. അപ്പൊ ഇതെല്ലാം തിരിച്ചറിയാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഒരു അവയർനെസ് കൊടുക്കാനാണ് ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രഗത്ഭരായ ഈ ഏരിയയിലെ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നാണ്. അപ്പൊ യാതൊരു പരാതികളും പരിഭവങ്ങളും പറയാതെ നമ്മുടെ എല്ലാ ലിമിറ്റേഷൻസും മനസ്സിലാക്കി ഇന്ന് എത്തിയപ്പോൾ മുതൽ, റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് എത്തിയപ്പോൾ മുതൽ നമ്മുടെ കൂടെ അവർ ഏറ്റവും സപ്പോർട്ടായിട്ടാണ് നിന്നത്. കാരണം അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുക അല്ലെങ്കിൽ ഈ ഒരു അവയർനെസ് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ടീമിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഇതിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമിൽ ഈ ഇലക്ഷൻ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമുക്കൊരു ഔപചാരിക ഉദ്ഘാടനം നടത്താൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഇന്നത്തെ പ്രോഗ്രാമിനെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട CMOക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം ഈ കഴിഞ്ഞ 5 വർഷം നമ്മുടെ ക്ഷണം സ്വീകരിച്ചുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രികളുടെ ഈ പഞ്ചവത്സര പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലെ ക്യാൻസർ രോഗ പ്രതിരോധവും ചികിത്സയും എന്നാണ് നമ്മുടെ ആ പദ്ധതിയുടെ പേര്. മണിക്കൻ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കുറച്ച് വർഷങ്ങളായി, ഏകദേശം 8 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റിന്റെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് അത് തന്നെ എന്നുവെച്ചാൽ അതിലേറെ അവിടത്തേക്കാൾ ഏറെയാണ് തോന്നി ഇവിടെയും നമുക്ക് ക്യാൻസറിന്റെ ആധിക്യം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം വീണ്ടും ഇവിടെയും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ രീതിയിലാണ് പേര് സുധാംശു എന്ന ഒരു പേരോടുകൂടിയാണ് ഈ പ്രോജക്റ്റ് ഇവിടെ നമ്മൾ ആരംഭം കുറിക്കുന്നത്. ക്യാൻസർ ക്രമാതീതമായിട്ട് വളർന്നു വരികയും അതിൻ്റെ വളർച്ച വളരെ അധികമാണെന്ന് തോന്നുകയും അതിൻ്റെ ആധിക്യം എങ്ങനെയെങ്കിലും നമുക്കത് കുറയ്ക്കണമെന്നും നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം രോഗപ്രതിരോധം തന്നെയാണ്. അപ്പോൾ രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങൾ നമ്മളെല്ലാവരും അറിയിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശതമാനം വളരെ ഗണ്യമായ തോതിൽ നമ്മുടെ സമൂഹത്തിൽ കുറയും എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഏകദേശം ക്യാൻസർ കേസുകൾ എടുക്കുകയാണെങ്കിൽ 5 മുതൽ 10% മാത്രം ക്യാൻസർ രോഗങ്ങൾ മാത്രമേ നമുക്ക് ജനിതക വൈകല്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പാരമ്പര്യ ഘടകങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിൽ ഒരു 90 മുതൽ 95% ക്യാൻസർ രോഗങ്ങളും നമ്മുടെ തന്നെ പരിസ്ഥിതിയിൽ നിന്നും നമ്മുടെ തന്നെ ജീവിതശൈലിയിൽ നിന്നും
വരുന്നുള്ള വൈകല്യങ്ങൾ കൊണ്ട് മാത്രം വരുന്നതാണ്. അതായത് വെച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് വരുന്നതാണ് ഏകദേശം 90 മുതൽ 95% ക്യാൻസർ രോഗങ്ങൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിച്ചാൽ രോഗപ്രതിരോധം നമുക്കറിയാം. ഇത് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ഏതെല്ലാം രീതിയിൽ സാമ്പത്തികമായും സാമൂഹികമായും വൈകാരികമായും എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, നമ്മുടെ ജീവിതം വളരെ മനോഹരമായും ഭംഗിയായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അത് ഒരു കാര്യം. പിന്നെയുള്ളത് നമുക്ക് എത്രയും വേഗത്തിൽ എങ്ങനെ അത് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം ഒരുപാട് തരം ക്യാൻസറുകൾ 100% സുഖപ്പെടുത്താവുന്നതും കൂടെയാണ്. അപ്പോൾ പലരെയും ഇന്നലെ ഞാനിത് പറയാനായിട്ട് വിളിച്ചപ്പോൾ ചില കൗൺസിലർമാർ തന്നെ പറഞ്ഞത് ക്യാൻസറിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ആണെങ്കിൽ പലർക്കും പേടിയാണ് വരാനുള്ളതാണ്. നേരത്തെ കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും കുഴപ്പമായാലോ എന്നുള്ളൊരു ചിന്തയും കൂടെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ സ്ക്രീനിങ് അങ്ങനെയല്ല. സ്ക്രീനിങ് എത്രയും നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് അവരെ എത്രയും വേഗത്തിൽ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രയും വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. അപ്പോൾ സ്ക്രീനിങ്ങിൽ നമുക്ക് പ്രത്യേകിച്ചും ക്യാൻസർ, അതുപോലെ തന്നെ വൻകുടലുണ്ടാകുന്ന ക്യാൻസറുകൾ, അത് മലാശയങ്ങളിലുണ്ടാകുന്ന ക്യാൻസറുകൾ, സ്തനാർബുദങ്ങൾ, ശ്വാസകോശ അർബുദങ്ങൾ എന്നിങ്ങനെയെല്ലാം നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പല അസുഖങ്ങളും നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ അത്രയും വേഗത്തിൽ നമുക്കത് കണ്ടുപിടിച്ചാൽ ഏറ്റവും നല്ല ചികിത്സകൾ തന്നെ നമുക്ക് ലഭ്യമാവുന്നു എന്നുള്ളത് വലിയ കാര്യം അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വായിലുണ്ടാകുന്ന വ്യത്യാസം, അതുപോലെ സ്കിന്നിലുണ്ടാകുന്ന വ്യത്യാസം, ചേഞ്ചസ്, അതുപോലെ തന്നെ ജനനേന്ദ്രിയത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അതിനെ പറ്റിയുള്ള ഒരു അവബോധം പൊതുജനങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ പലരും വളരെ സിമ്പിളായിട്ട് മറ്റസുഖങ്ങളെ പോലെ തന്നെ ചികിത്സിച്ച് മാറ്റാവുന്നതും കൂടെയാണ്. ദീർഘകാലം ജീവിക്കാൻ ഒക്കെ ചെയ്യുന്ന മറ്റുള്ളവരെ പോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതെല്ലാം നമുക്ക് ഒരു വലിയ കാര്യമാണ്. അപ്പം ഇതിനെ പറ്റിയുള്ള അവബോധം നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കാൻ. അത് മാത്രമല്ല, ഇത് ചികിത്സ കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ വേറെ വ്യാജ വൈദ്യന്മാരുടെ അടുത്ത് അസുഖം വന്നു എന്നറിഞ്ഞാൽ പറയും സർജറി വേണം, കീമോ വേണം എന്നൊക്കെ പറയുമ്പോഴേക്കും പലരും ഉൾവലിഞ്ഞിട്ട് മറ്റ് വ്യാജ വൈദ്യന്മാരുടെ അടുത്ത് അവരുടെ അടുത്ത് ഭയങ്കര തിരക്കും കൂടെയാണ് പോവുകയും നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാർ പോലും ആദ്യം എനിക്ക് അറിയാവുന്ന ഒരു രോഗി ഇതുപോലെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ വായിലായിരുന്നു. അപ്പോൾ അതൊരു സർജറി ചെയ്ത് മാറ്റേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ സർജറി പറഞ്ഞു. അപ്പോൾ അവരെന്താ ചെയ്തേ, വേറൊരു ആയുർവേദ നല്ലൊരു പ്രശസ്തിയായിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് തന്നെയാണ് പോയത്. ഡോക്ടർ പറഞ്ഞു ഇത് സർജറി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, അപ്പം നിങ്ങൾ സർജറി ചെയ്തിട്ട് വരും എന്ന് പറഞ്ഞു. പക്ഷെ അതിന് വെല്ലുന്നായില്ല. അവർ നേരെ പോയിട്ട് വേറെ ദൂരമുള്ള ഒരു സ്ഥലത്ത് പോയി, ആലപ്പുഴയോ എവിടെയോ പോയിട്ട് അവിടെയുള്ള ഒരു വേദ ചികിത്സകനെ കാണുകയും 1-2 മാസത്തിനകം കാര്യങ്ങൾ അവസാനിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ്. എന്നുവെച്ചാൽ അവിടെ ചെന്നപ്പോൾ അവരെന്താ പറഞ്ഞാൽ അവർ അഷ്വറൻസ് കൊടുക്കുകയും ചെയ്തത് ഇതെന്തായാലും നമ്മൾ മാറ്റിത്തരാം. ആ അഷ്വറൻസിൽ രോഗിയുടെ കുടുംബവും വീടുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതല്ലാതെ നമ്മുടെ എല്ലാ സിസ്റ്റത്തിലും എല്ലാം പഠിച്ച നല്ല വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഡോക്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ ആയുർവേദമായാലും ഹോമിയോ ആയാലും യുനാനി ആയാലും. അപ്പോൾ അവിടുത്തെ ഏത് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ പോയാലും അവർ വ്യക്തമായിട്ടുള്ളതാണെങ്കിൽ എവിടേക്കാണ് ഡയറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുക്കും. ഇന്ന സ്ഥലത്ത് പോയി പിന്നെ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് പറയും. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുള്ളൂ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വലിയ. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാപനത്തിൽ ഇതുപോലെ നമ്മളൊരു എക്സിബിഷനും സെമിനാറും അടക്കം ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തത്. അന്ന് 400ഓളം ആൾക്കാരായിരുന്നു പങ്കെടുത്തത്. ഉച്ചഭക്ഷണം അടക്കം ചെയ്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കാസർഗോഡ് ജില്ലയിലും ഇതുപോലെ കുറച്ച് പേരെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഹോൾ സെലക്ട് ചെയ്തത്. നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിൽ ഇതിലധികം ആൾക്കാരുണ്ടാവുമായിരുന്നു എന്ന് തോന്നി. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഇത് വളരെ ഈ ഒരു ആശാവർക്കന്മാർ എന്തായാലും ഇതിനകത്തുണ്ട് എനിക്കറിയാം. അപ്പം നിങ്ങൾ ഇത് കാര്യങ്ങളെല്ലാം നന്നായി പഠിക്കുകയും ബാക്കിയുള്ളവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം.
എല്ലാ പരിപാടികളിലും നമ്മുടെ അപ്പം അവരുടെ കണക്കുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും അധികം കാണുന്ന ക്യാൻസർ ശ്വാസകോശാർബുദവും തൊട്ടടുത്ത് സ്തനാർബുദവുമാണ്. മൂന്നാമത് വൻകുടൽ മലാശയാർബുദവും, നാലാമത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറും, അഞ്ചാമത് മൂന്നാമത് ഗർഭാശയ ഗളാർബുദമാണ്, നാലാമത് ശ്വാസകോശത്തിലെ ക്യാൻസറും, അഞ്ചാമത് അന്നനാളത്തിലെ ക്യാൻസറുമാണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് കണക്കുകൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ലോകത്തിലെ കണക്കും ഇന്ത്യയിലെ കണക്കും എടുത്ത് നോക്കുമ്പോൾ ലോകത്തിലെ കണക്കുകളിൽ ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ ഇല്ലാത്തതും എന്നാൽ ഇന്ത്യയിൽ ആദ്യത്തെ സ്ഥാനങ്ങളിൽ ഉള്ളതുമായ ക്യാൻസറുകളാണ് വായിലെ ക്യാൻസറും അതുപോലെ ഗർഭാശയ ഗളാർബുദവും. ഇത് രണ്ടും നിങ്ങൾ ആദ്യത്തെ ലിസ്റ്റിൽ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന ആദ്യത്തെ 3 അർബുദങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് സ്തനാർബുദവും വായിലെ ക്യാൻസറും ഗർഭാശയ ഗളാർബുദവുമാണ്. ഈ 3 അർബുദങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കാണുന്ന ക്യാൻസർ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഈ 3 അർബുദങ്ങളെ പറ്റിയിട്ടുമുള്ള വിശദമായ സെഷൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 അപ്പെക്സ് ക്യാൻസർ സെന്ററുകളുണ്ട്. തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്റർ, കണ്ണൂരിൽ തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ, കൊച്ചിയിൽ കൊച്ചി ക്യാൻസർ സെന്റർ റിസർച്ച് സെന്റർ. നമ്മൾ മലബാർ ക്യാൻസർ സെന്ററിൽ വന്ന രോഗികളിൽ നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകൾ, വയനാട് ജില്ലകളിൽ നിന്നൊക്കെ രോഗികൾ അവിടേക്കാണ് എത്താറ് കൂടുതൽ. അപ്പം അവിടെ വന്ന രോഗികളിൽ പുരുഷന്മാരിൽ ഏറ്റവും അധികം കണ്ട് അർബുദം എന്ന് പറയുന്നത് ശ്വാസകോശ അർബുദവും, 2ാം സ്ഥാനത്തുള്ളത് വായിലെ ക്യാൻസറും, 3ാമത് കരളിലെ ക്യാൻസറുമാണ്. സ്ത്രീകളിലാണെങ്കിൽ അത് സ്തനാർബുദവും തൈറോയ്ഡ് ഗ്രന്ഥിയിലെ അർബുദവും അണ്ഡാശയ അർബുദവുമാണ്. ഇനി എന്താണ് ക്യാൻസർ? നമ്മൾ ക്യാൻസറിന്റെ കണക്കുകളെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് പറഞ്ഞു അല്ലേ? എന്താണ് ക്യാൻസർ? ക്യാൻസർ എന്ന വാക്ക് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഉച്ചരിക്കാറുണ്ടെങ്കിലും ഈ രോഗം നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്, അല്ലെങ്കിൽ എന്ത് മാറ്റം ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഒരാളിൽ ക്യാൻസർ ഉണ്ട് എന്ന് നമ്മൾ പറയുക. ഈ കാണുന്ന വലിയ മനുഷ്യനിലേക്കുള്ള നമ്മുടെ യാത്ര സാധ്യമാക്കിയത് കോശങ്ങളുടെ വിഭജനം എന്ന പ്രക്രിയ തന്നെയാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ചിന്തിക്കും പണ്ടൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നല്ലേ അല്ലേ? പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് 1 കിലോ ഇറച്ചിയുമായിട്ട് വന്നാൽ അത് ഒരാൾക്കത്ര കിട്ടും. ഒരു കഷ്ണം കിട്ടിയാലായി, ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഇന്നോ ഒരു വീട്ടിലേക്ക് പോയാൽ 1/2 കിലോ ഒരാൾ തന്നെ കഴിക്കേണ്ട അവസ്ഥയാണ്. അളവാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം സംഭവിക്കുന്നത്. ഈ സംസ്കരിച്ച മാംസം, ചുവന്ന മാംസമൊക്കെ മലാശയ അർബുദത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. പല പുരുഷ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ജോലിക്ക് നമ്മൾ എത്രയാണോ ഊർജ്ജം വേണ്ടത് അതിനനുസരിച്ച് അന്നജമടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പാടും. ചോറടങ്ങിയ ഭക്ഷണം, ചോറ് ഒക്കെ കുറച്ച് കഴിക്കും. വലിയ ഊർജ്ജം ആവശ്യമുള്ള മണ്ണിൽ പണിയെടുക്കുന്നവർ ധാരാളം ചോറ് കഴിക്കും. നമ്മളിങ്ങനെ ആൾക്കാരോ ഇന്ന് ക്ലാസ് കഴിക്കുന്ന നിങ്ങളും ഇന്ന് സംസാരിക്കുന്ന ഞാനും ചോറൊക്കെ കുറച്ച് കഴിക്കും. കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ വറുത്ത് കഴിക്കുമ്പോൾ അത് കരിയാൻ പാടില്ല. കരിഞ്ഞത് കളയണം. ഉപ്പ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ഉപ്പിലിട്ടത് അച്ചാർ, പപ്പടമൊക്കെ ഉപ്പിലിട്ടത് പരമാവധി കുറച്ച് ഉപയോഗിക്കും. പിന്നെ വാഴ തുറക്കാൻ പറ്റാണ്ടായി തീരെ ഭക്ഷണം പോലും ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവുകയും നാളുണ്ടാകും. ഇത് നേരത്തെ സൂചിപ്പിച്ച കൂളിപ്പ്, ഹാൻഡ്സ് ഒക്കെ വെക്കുന്ന സ്ഥലത്ത് കാണുന്ന മാറ്റങ്ങൾ എന്താണ് കണ്ടോ? ആ ചുണ്ടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒറ്റത്താറി മാത്രം ഉണ്ടാകും. വേറെ എവിടെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം ഏറ്റവും അപകടം പിടിച്ച ശീലമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അവിടെ കേരളത്തിൽ SIR പ്രക്രിയ ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്താണ് SIR? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് SIR. അതുകൊണ്ട് SIR നടപടിയുമായി എല്ലാവരും സഹകരിക്കണം. നവംബർ 4 മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലെത്തും. അവർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകണം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ നൽകാം. 2002 SIR രേഖകളിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ അതിൽ പേരുള്ള നിങ്ങളുടെ ബന്ധുക്കളുടെ ബന്ധുക്കളുടെയോ വിവരങ്ങൾ നൽകാം. നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും നിങ്ങളുടെ വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാൻ കഴിയും. ഓർക്കുക, SIR എന്നത് രാജ്യത്തെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനും അതുവഴി ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടിയാണ്. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ മനം
Golden Diamonds, Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.